സഹോദരങ്ങളെ, കേരളത്തിലുടനീളം സുന്നത്ത് ജമാഅത്തിന്റെ ദഅവാ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ച ഖാലിദ് ഒമാനിൽ പോയി കുടുംബത്തെ പോറ്റാൻ അവിടെയും SSFന്റെ പ്രവർത്തനങ്ങളിൽ സുന്നി സംഘടനകളിൽ ഏർപ്പെട്ടു. നാട്ടിലുള്ള SSFനെ കൺട്രോൾ ചെയ്തു. നമ്മൾപ്പെട്ട പലരും SSFൽ നിന്ന് ഇവിടെ വാങ്ങി ഗൾഫിലെത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ സംഘടന ഓർമ്മയുണ്ടാകാറില്ല. അത് മാറണം. ഖാലിദ് ഒമാനിലെത്തിയിട്ട് കേരളത്തിലെ SSFന്റെ പ്രവർത്തകന്മാരെ കൺട്രോൾ ചെയ്തു എങ്കിൽ സഹോദരങ്ങളെ, ഖാലിദ് 2-3 കൊല്ലത്തെ അനിവാസി ജീവിതം കഴിഞ്ഞ് നാട്ടിലേക്ക് വരികയാണ്. ഭാര്യ മക്കളും വീട്ടിൽ കാത്തിരിക്കുകയാണ്. എല്ലാ പ്രവർത്തകന്മാരും ഇതറിയണം. ഖാലിദ് ഗൾഫിൽ നിന്ന് വരുന്നു. കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങി ജീപ്പിൽ കയറി. പ്രവർത്തകന്മാരൊക്കെ സ്വീകരിച്ചു. ഡ്രൈവർ ചോദിച്ചു, എങ്ങോട്ട് വിടണം? കണ്ണൂർ ജില്ലയിലെ വീട്ടിലേക്ക് പോകണോ അല്ല എവിടേക്ക് പോകണം? ഖാലിദ് പറഞ്ഞു, എനിക്ക് വീട്ടിൽ പിന്നെ പോകാം. എനിക്ക് അന്നത്തെ SSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടായിരുന്ന ഓഫീസ് ഉണ്ടായിരുന്ന കോഴിക്കോട്ടിന്റെ ഹൃദയഭാഗത്ത് ആ ഓഫീസ് സമുച്ചയത്തിലേക്ക് പോകണം. എന്നെ ഒമാൻ സുന്നി കമ്മിറ്റികൾ ഏൽപ്പിച്ച ഒരുപാട് ഡ്രാഫ്റ്റുകൾ, ഒരുപാട് രേഖകൾ, ഒരുപാട് കത്തുകളുണ്ട്. അതെനിക്ക് ഓഫീസിൽ കൈമാറണം. എനിക്ക് ഭാര്യ മക്കളെ കാണാൻ വീട്ടിലേക്ക് പോകണം. സഹോദരങ്ങളെ, എല്ലാ രേഖകളും, എല്ലാ ഡ്രാഫ്റ്റുകളും, എല്ലാ കത്തുകളും SSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഏൽപ്പിച്ചുകൊണ്ട് അതാ ഖാലിദ് ജീപ്പ് കയറിയ ഖാലിദ് തൊട്ടടുത്ത് വന്ന ഒരു ടാങ്കർ ഡോരിയിലടിച്ച് അവിടുന്ന് പിടഞ്ഞു മരിക്കുകയാണ്. ഖാലിദിന് ഈ ഭാര്യയെ കാണാൻ സാധിച്ചിട്ടില്ല, മക്കളെ കാണാൻ സാധിച്ചിട്ടില്ല, പിതാവിനെയും ഉമ്മനെയും കാണാൻ സാധിച്ചിട്ടില്ല. തന്റെ ഉത്തരവാദിത്വം നാട്ടിൽ നിന്ന് ഒമാനിലേക്ക് പ്രവർത്തകന്മാർ അറിയിച്ചതനുസരിച്ച് ഒമാനിൽ നിന്ന് നാട്ടിലെത്തേണ്ട ഒരുപാട് രേഖകൾ, ഡ്രാഫ്റ്റുകൾ, കത്തുകൾ വീട്ടിലെത്തിയിട്ട് ഭാര്യ മക്കളെ കണ്ടിട്ട് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഒരു ചെറുപ്പക്കാരന്റെ, പ്രവർത്തകന്റെ പ്രവർത്തന ബോധം അയാൾ നേരെ ഓഫീസിൽ ഏൽപ്പിച്ചു. എന്നിട്ട് പോയി മരണത്തിലേക്ക്, ഖബറിലേക്ക്. മാതാവിനെ കാണാൻ കഴിഞ്ഞില്ല, പിതാവിനെ കാണാൻ കഴിഞ്ഞില്ല, ഭാര്യ മക്കളെ കാണാൻ കഴിഞ്ഞില്ല. ഇതാണ് പ്രവർത്തനം. ഇഖ്ലാസുള്ള ഒരു പ്രവർത്തകന്റെ പ്രവർത്തനം. എല്ലാ SSFന്റെ പ്രവർത്തകന്മാർ SBS-ൽ നിന്ന് SSFലേക്ക് കടന്നു വരുമ്പോൾ അവർക്കൊക്കെയും ഖാലിദിന്റെ സ്മരണിക പുസ്തകം കൊടുക്കണം. എല്ലാവരും ഖാലിദിന്റെ സ്മരണ പുസ്തകം വായിക്കണം. എന്നിട്ട് പ്രവർത്തിക്കണം. എന്നിട്ട് നാം മുന്നേറണം. ഖാലിദിന്റെ ഹയാത്ത് കാലത്ത് പല ക്ലാസുകളിലും MA ഉസ്താദ് പറയുമായിരുന്നു, നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരു പ്രവർത്തകന്റെ മാതൃകാ ജീവിതം എനിക്ക് മാതൃകയാണ് എന്ന് MA ഉസ്താദ് പറയുകയുണ്ടായി. ഖാലിദ് പിൽക്കാലത്ത് നമ്മൾ ഇവിടെ പറഞ്ഞപ്പോൾ MA ഉസ്താദ് പറഞ്ഞു, ഞാനെന്ന് പറഞ്ഞ നിങ്ങളെ കൂട്ടത്തിലുള്ള പ്രവർത്തകൻ അത് ഖാലിദായിരുന്നു എന്ന് MA ഉസ്താദ് പിൽക്കാലത്ത് പറഞ്ഞു.